കോൺഗ്രസിൽ കേരളത്തിലും നേതൃമാറ്റമുണ്ടാകുമെന്ന് കെ മുരളീധരൻ. നിലവിൽ ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. KPCC പ്രസിഡന്റിനെ മാറ്റുന്നത് തെറ്റായ പ്രചാരണമാണ്. കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. പ്രവർത്തിക്കാതെ പദവി മാത്രം കൊണ്ടു നടക്കുന്ന കുറെ പേർ പാർട്ടിയിലുണ്ട്. അവരെയെല്ലാം മാറ്റി നിർത്തും. AICC നേതൃത്വത്തിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്ന് കെ മുരളീധരൻ അറിയിച്ചു. DCCകൾക്ക് കൂടുതൽ ചുമതല നൽകണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF 20,000 വോട്ട് ഭൂരിപക്ഷത്തിന് ജയിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലുടൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്ന് മുരളീധരൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പ്രശ്നവുമില്ല. ആരെ നിർത്തിയാലും പിന്തുണയ്ക്കുമെന്നാണ് PV അൻവർ പറഞ്ഞത്. കേരളത്തിൽ ലഹരി വ്യാപിക്കുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടാണ്. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ പ്രചാരണം നടത്തും, മറുഭാഗത്ത് ലഹരി ഒഴുകുകയാണ്. വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശം തെറ്റാണെന്നും മുരളീധരൻ പറഞ്ഞു. AK ആന്റണിയും ഗംഗാധരനും ജയിച്ചത് മലപ്പുറത്ത് നിന്നാണ്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഉപയോഗിച്ച് പലരും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുണ്ട്. അതിവിടെ വിലപ്പോവില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. അവരെ നീക്കം ചെയ്യുന്നുള്ള തീരുമാനം അത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഈ പദവികൾ അലങ്കാരമായി വയ്ക്കുന്നവർക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് ആ തീരുമാനം. DCCയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാവണമെന്നാണ്. കൂടുതൽ അറിയുമ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക. കേരളത്തിൽ അങ്ങനെ പുനഃസംഘടനയുടെ ഒരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. പുനഃസംഘടന ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലും അത് സംബന്ധിച്ച് പുനഃസംഘടന ഉണ്ടാവും. പക്ഷെ അത് ഏത് രീതിയിൽ വേണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ചയും ഇപ്പം നടന്നിട്ടില്ല.